തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന വേദിയിൽ മുഖ്യാതിഥിയായി എത്തിയ നടൻ മോഹൻലാൽ വിദ്യാർത്ഥികൾക്ക് നൽകിയത് വലിയൊരു പ്രചോദനമാണ്. കലോത്സവത്തെ കേവലം ഒരു മത്സരമായി കാണാതെ അതൊരു വലിയ ആഘോഷമായി ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. വിജയ പരാജയങ്ങൾക്കപ്പുറം വലിയൊരു കലാലോകമാണ് കുട്ടികൾക്ക് മുന്നിലുള്ളത്. ഈ വേദിയെ ഒരു തുടക്കം മാത്രമായി കണ്ട് കൂടുതൽ വലിയ അവസരങ്ങളിലേക്ക് വളരാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം. മത്സരത്തിൽ സമ്മാനം കിട്ടാത്തവർ മോശക്കാരാണെന്ന് കരുതരുത്. തോൽവികളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കാണണം. കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് ഇത്തരം മേളകൾ നൽകുന്നത്. മഞ്ജു വാര്യർ, നവ്യ നായർ തുടങ്ങിയ നിരവധി പ്രതിഭകളെ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് ഈ വേദികളിലൂടെയാണ്. ഇന്നും പുതിയ പ്രതിഭകളെ തേടി ഒട്ടേറെ സംവിധായകർ കലോത്സവങ്ങളിൽ എത്തുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടക്കുംനാഥനെ വണങ്ങി പ്രസംഗം തുടങ്ങിയ മോഹൻലാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൈത്തറി വസ്ത്രം ധരിച്ചാണ് എത്തിയത്. കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം വേദിയിൽ വെച്ച് മീശ പിരിച്ചപ്പോൾ സദസ്സിൽ വലിയ കയ്യടിയാണ് ഉയർന്നത്. ചടങ്ങിൽ അധ്യക്ഷനായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയെ പ്രശംസിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം യാത്ര ചെയ്യാൻ പ്രയാസപ്പെട്ട കാസർകോട്ടെ സിയ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിക്ക് ചട്ടങ്ങളിൽ ഇളവ് വരുത്തി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരമൊരുക്കിയ നടപടിയെയാണ് അദ്ദേഹം അഭിനന്ദിച്ചത്. അതേസമയം യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ ഗൃഹാതുരത്വമാണ് മനസ്സിലേക്ക് വരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സമ്മാനം ലഭിക്കാതെ സങ്കടത്തോടെയും സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയും യുവജനോത്സവ വേദിയിൽ നിന്ന് മടങ്ങിയിരുന്നു എന്നും വി.ഡി. സതീശൻ ഓർമ്മിപ്പിച്ചു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. ഈ കലോത്സവം തൃശൂരിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റി. കേരളത്തിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കരുത്തുള്ളവരാണ് നമ്മുടെ കുട്ടികളെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിച്ചു. വിദേശത്ത് ജോലി തേടുന്ന സ്ഥിതിയിലേക്ക് കുട്ടികൾ മാറി. വേദിയിലിരിക്കുന്ന നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളാണ്. നാളെ കേരളം വൃദ്ധസദനമാകുമോ എന്ന് ഭയമുണ്ടെന്നും കുട്ടികളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. ഓൺലൈനിലൂടെ സിയ ഫാത്തിമയ്ക്ക് ചട്ടത്തിൽ ഇളവ് നൽകി മത്സരിക്കാൻ അനുമതി നൽകിയ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അഭിനന്ദിച്ചു.